വിവാദങ്ങൾ ഇങ്ങനെ ഒന്നൊഴിയാതെ സർക്കാരിനെ പിന്തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത വിവാദം വന്നിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ്. ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ നിന്നും തന്നെ ഉയർന്നു വന്നിരിക്കുന്ന എതിർപ്പുകൾ, വിമർശനങ്ങൾ. PM നിയാസ് എന്ന് പറയുന്ന KPCCയുടെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ്, ജനറൽ സെക്രട്ടറിയാണ് ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ശേഷാദ്രിനാഥൻ നല്ല ഒന്നാം നമ്പർ സംഘപരിവാർ അനുകൂലിയാണ്. അദ്ദേഹത്തെ ഈ പദവിയിൽ നിയോഗിക്കാൻ കഴിയില്ല, ഒരിക്കലും നിയോഗിക്കരുത്. അങ്ങനെ നിയോഗിച്ചാൽ അതിന്റെ നഷ്ടം ഈ സംസ്ഥാനം അനുഭവിക്കേണ്ടി വരും, അതിന്റെ കെടുതികൾ എന്ന മുന്നറിയിപ്പാണ് PM നിയാസ് നൽകിയത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ശേഷാദ്രിനാഥനെ സർക്കാർ നിയമിച്ചിരിക്കുന്നു എന്നതാണ്. സർക്കാർ ശുപാർശ നൽകി, ഗവർണർ അതിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ സ്വന്തം സർക്കാരിനെതിരെ സംഘപരിവാർ വൽക്കരണത്തിന്റെ ആക്ഷേപം ഉന്നയിക്കുന്നത് സ്വന്തം പാർട്ടിയുടെ നേതാവായ PM നിയാസ് ആണ്. കോൺഗ്രസിൽ VD സതീശനെതിരെ കരുനീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാന വിഷയങ്ങളിലടക്കം പാർട്ടിയുമായി കൂടിയാലോചിക്കാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ അതൃപ്തി പുകയുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥനെ നിയമിച്ചതാണ് ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. കമലേഷ് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം, കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറക്കുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നതെന്ന്. കമലേഷ്, ഇപ്പോൾ ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണല്ലോ കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറക്കാൻ വേണ്ടി പോകുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഏകപക്ഷീയമായി സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന ഗൗരവതരമായ ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ശേഷാദ്രിനാഥൻ സംഖ്യയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചത് PM നിയാസ് എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഈ വിഷയം മുഖ്യമന്ത്രി നേരിൽ കണ്ട് ധരിപ്പിക്കാൻ തിരുവനന്തപുരത്ത് 2 ദിവസം തങ്ങിയിട്ടും അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് PM നിയാസിനെ നേരിലൊന്ന് കാണാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നത്? ചോദ്യങ്ങൾ കോൺഗ്രസിലും തന്നെ ഉയരുകയാണ്. മനു, ഈ ഒരു നടപടി തന്നെ എത്രത്തോളം ഏകപക്ഷീയമായാണ് മുഖ്യമന്ത്രി VD സതീശൻ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് കാണിക്കുന്നത്. നേരത്തെ തന്നെ VD സതീശനെതിരെ ഉയരുന്ന, പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു, കൂടിയാലോചനകൾ ഉണ്ടാകുന്നില്ല, സഹമന്ത്രിമാരോട്, അത് കൂടെയുള്ള മന്ത്രിമാരോട് ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകൾ നടത്തുന്നില്ല, സ്വന്തം പാർട്ടിയിലെ നേതാക്കളോടും പാർട്ടിയോടും ആലോചനകൾ ഉണ്ടാകുന്നില്ല എന്ന കാരണങ്ങളാണ്. ഇത് ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ മറ്റേ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഏകപക്ഷീയമായി സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു. പാർട്ടിക്കകത്ത് പോലും ഈ മദ്യ നയം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ പാർട്ടിക്ക് നിലപാടുകളുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയോട് പോലും ആലോചിക്കാതെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന വിമർശനമാണ് വലിയ നിലയിൽ VD സതീശനെതിരെ ഉയർന്നു വരുന്നത്. ഈ ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഇത്തരമൊരു അഡമന്റ് ആയിട്ടുള്ളൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു എന്നതാണ്. ഈ PM നിയാസ് എന്ന് പറയുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന വിമർശനം പോലും ചെവിക്കൊള്ളാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ആക്ഷേപങ്ങൾ എന്താണ് എന്ന് കേൾക്കാനോ അതിന് മറുപടി നൽകാനോ അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത നിലയിലേക്കുള്ള ഒരു നടപടിയിലേക്ക്, നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോവുകയും ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം ഇത് വളരെ കൃത്യമായി നടപ്പാക്കാൻ നേരത്തെ തന്നെ VD സതീശൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ നിന്നൊരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് അവിടെ ഉയർന്നു കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിപ്പോൾ ഒരു തീരുമാനമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥന്റെ പേര് കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. അതായത് ഔട്ട് ഓഫ് അജണ്ടയായാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം മറ്റ് ആരെയും അറിയിക്കാതെ ഒരു തീരുമാനം എന്നുള്ള നിലയിലേക്ക് അത് വരുന്നു എന്നുള്ളതാണ്. അതിനെതിരെ ഇപ്പോൾ ഈ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളാണ്, സംഘപരിവാറുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ശേഷാദ്രിനാഥൻ എന്ന വിമർശനം PM നിയാസ് തന്നെയാണ്. അതായത് കോൺഗ്രസിനകത്തെ തന്നെ KPCC ജനറൽ സെക്രട്ടറിയാണ് അത്തരമൊരു വിമർശനം ഉന്നയിച്ചത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. സ്വാഭാവികമായും അത്തരം വിഷയങ്ങളിലെങ്കിലും ഒരു ആലോചന നടക്കേണ്ടതായിരുന്നില്ലേ, ഒരു പുനരാലോചന നടക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യമാണ് പാർട്ടി പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നത്. അത്തരമൊരാളെ, അതായത് സംഘപരിവാർ പശ്ചാത്തലമുള്ള, സംഘപരിവാർ അനുഭാവമുള്ള ഒരാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുക വഴി അതിൻ്റെ ഗുണം ആർക്കായിരിക്കും ലഭിക്കുക എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു കേൾക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ ഈ നിയമന അംഗീകാരത്തിനായുള്ള ശുപാർശ ഗവർണർക്ക് അയച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയും ചെയ്തു. അതോടുകൂടി നിയമനം സാധുവായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഈ PM നിയാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി KPCC അധ്യക്ഷൻ AICC ഉൾപ്പെടെ
ഈ വിഷയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ വലിയ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അതൃപ്തി ദേശീയ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അത്തരമൊരു ചർച്ചകളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ശേഷാദ്രിനാഥന്റെ നിയമനം സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇല്ലേ കമലേഷെ, നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്നിപ്പോൾ PM നിയാസിന്റെ ആരോപണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെയാണല്ലോ ദുൽഖിഫിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ശേഷാദ്രിനാഥൻ ജുഡീഷ്യൽ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് സംഘപരിവാർ അനുകൂലികളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ആ സിസ്റ്റത്തിനുള്ളിൽ ഉണ്ടാക്കിയ ആളാണ് എന്ന വിമർശനവും ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് ഈ പദവിയിലേക്ക് ഒരു ശുപാർശ അന്നത്തെ പിണറായി വിജയൻ സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ഗവർണർ അത് അംഗീകരിച്ചില്ല. അത് മറ്റൊരാളുടെ പേരായിരുന്നു, സുനിൽകുമാർ എന്നോ മറ്റുള്ള ഒരാളുടെ പേരായിരുന്നു അന്ന് ശുപാർശയായി നൽകിയത്. പക്ഷേ ഗവർണർ അത് അംഗീകരിച്ചില്ല, മടക്കുകയായിരുന്നു. ഇവിടെ ഇതാ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് നൽകിയ ആ ശുപാർശ ഒരു തിരുത്ത് പോലുമില്ലാതെ, ഒരു എതിർചോദ്യം പോലുമില്ലാതെ ഗവർണർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ? പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അതിനെക്കുറിച്ചൊരു മറുപടി പറയുകയോ ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നം. മനു, ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ അതൃപ്തി ഈ വിഷയത്തിൽ പുകയുന്നു എന്നുള്ളതാണ്. മനു സൂചിപ്പിച്ച ആളുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവർ തന്നെയാണ് ഈ വിമർശനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതും കോൺഗ്രസിലെ തന്നെ നേതാക്കളാണ്. ഈ വിഷയം പരാതിയായി കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ നൽകിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്. ഈ വിഷയത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഈ വിഷയം എന്താണ്, ഈ വിഷയം എന്നുള്ളത് പരിശോധിക്കണം, അതിനുശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാവൂ എന്ന നിലയിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിന്റെ ചുമതലയുള്ള ആളുകൾ ഇത്തരത്തിലൊരു ആശയവിനിമയം നടത്തുക വഴി ഇതിനകത്തൊരു പുനർവിചിന്തനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാകെ വെച്ചു പുലർത്തിയിരുന്നത്. പക്ഷേ അത്തരമൊരു പുനർവിചിന്തനമോ അല്ലെങ്കിൽ ഒരു പുനരാലോചനയോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ അതൃപ്തി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇതൊരു വിഷയമായി ചർച്ചയായി തുടങ്ങിയതോടുകൂടി വളരെ വേഗത്തിലാണ് ഇതിന്റെ കരുനീക്കങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് അത് ഗവർണർക്ക് അതിന്റെ ശുപാർശ നൽകുന്നു, ഗവർണർ അത് അംഗീകരിക്കുന്നു, അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഉൾപ്പെടെ വലിയ ഒരു വിമർശനം തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഗവർണർ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ അപ്പോൾ പോലും എന്താണ് സംഭവിക്കുന്നത് എന്നത്, എന്തിനായിരിക്കും അത്തരം ചടുലമായ ഒരു നീക്കം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്? സ്വാഭാവികമായും പാർട്ടിക്കകത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, മറ്റ് കക്ഷികളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇതിനകത്തൊരു വിമർശനം ഉന്നയിച്ച സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഒരു ആലോചന വേണം, ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഒരല്പം വൈകി, അല്ലെങ്കിൽ ഒരു വട്ടം കൂടി ഈ ആളുകളുമായി ഒരു ആശയവിനിമയം നടത്തിയില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇത് ഗവർണർക്ക് അയക്കുകയോ അത് തീരുമാനത്തിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നതിന് പകരം ഇത്തരം വിമർശനങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ഗവർണറുടെ ഓഫീസിലേക്ക് ഇത് അയക്കുകയും പെട്ടെന്നുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായി അത് ഒരു തീരുമാനമായി തന്നെ അതിന് അംഗീകാരം ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നിന്ന് തന്നെ വളരെ നേരത്തെ മുഖ്യമന്ത്രി ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഒരു വാശിയായിരുന്നു എന്നുകൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ. സമാനമായ സ്ഥിതി തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. വളരെ പെട്ടെന്നാണ് അതിന്റെ ഫയൽ നീക്കങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിവിധ വകുപ്പുകൾ, അതായത് 7-8 സെക്ഷനുകൾ താണ്ടി അത് മുഖ്യമന്ത്രിയുടെ സീറ്റിലേക്ക് വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ, അന്ന് വിമർശനമായി തന്നെ ഉയർന്ന കാര്യമാണ്. അത്തരത്തിൽ വലിയ വിമർശനം ഉയർന്ന വിഷയങ്ങളെല്ലാം തന്നെ വളരെ ദ്രുതഗതിയിൽ അതിന്റെ ഫയൽ നീക്കങ്ങൾ പൂർത്തിയാക്കി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടലാണ് നിലവിൽ VD സതീശന്റെ ഭാഗത്തു നിന്നും, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടിയാലോചനകൾ ഉണ്ടാകുന്നില്ല, പാർട്ടിക്കകത്ത് ആലോചനകളില്ല, അഭിപ്രായങ്ങൾ എടുക്കുന്നില്ല, മുന്നണിക്കകത്ത് അത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന വലിയ വിമർശനം കൂടി നിലവിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുകയാണ്. മനു, ശരി, അപ്പോൾ നമുക്ക് നോക്കാം ഈ വിമർശനങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്. ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടാകുമോ എന്ന്, തിരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇനി അത് തിരുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് തീരുമാനമായി വന്നിരിക്കുന്നത്.